ഗുഡ് ഈവനിങ് ആൾ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷുഡ് ഹാവ് ആണ് പഠിച്ചത്. ഇന്ന് പഠിക്കുന്നത് കുഡ് ഹാവ് ആണ്. ആദ്യം കുഡ് ഹാവിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കുഡ് ഹാവിൻ്റെ കൂടെ എപ്പോഴും V3 ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ V1, V2, V3 ഫോം സെപ്പറേറ്റ് വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്, അത് കാണുക. ഉദാഹരണത്തിന് ഗോ, വെൻറ്റ്, ഗോൺ. ഇതിലെ V3 ഫോം ഗോൺ ആണ്. ഡു, ഡിഡ്, ഡൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ബൈ, ബോട്ട്, ബോട്ട്. ആസ്ക്, ആസ്ക്, ആസ്ക്ഡ്. ഇങ്ങനെ 3 ഫോമുണ്ട് ഓരോ വേർബിനും. അതിലെ മൂന്നാമത്തെ ഫോം മാത്രമേ നമ്മൾ കുഡ് ഹാവിൻ്റെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ. അതായത് കുഡ് ഹാവ് ഗോൺ എന്നേ പറയൂ. ഐ കുഡ് ഹാവ് ഗോൺ, ഐ കുഡ് ഹാവ് വെൻറ്റ് എന്ന് ഒരിക്കലും പറയില്ല. ഐ കുഡ് ഹാവ് ഡൺ എന്ന് മാത്രമേ പറയൂ. ഐ കുഡ് ഹാവ് ഡിഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ കുഡ് ഹാവ് ഈറ്റൺ, ഹീ കുഡ് ഹാവ് ബോട്ട്, ഹീ കുഡ് ഹാവ് ആസ്ക്ഡ്. അങ്ങനെയാണ് പറയാം. പിന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വെദർ ഇറ്റ് ഈസ് ഐ, വെദർ ഇറ്റ് ഈസ് ഹീ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, യു ഷുഡ് യൂസ് കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയാലും കുഡ് ഹാവ് തന്നെ ഉപയോഗിക്കണം. ഹീ ആണെന്ന് വിചാരിച്ച് അവിടെ കുഡ് ഹാസ് ഒന്നും ഉപയോഗിക്കരുത്. കുഡ് ഹാസ് എന്നൊരു യൂസേജ് ഇല്ല. അത് ഐ ആയാലും യു ആയാലും ഹീ ആയതും ഒക്കെ കുഡ് ഹാവ് തന്നെയാണ്. അതിൻ്റെ കൂടെ V3 ഫോം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യം, പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല, അതിനെയാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുക. അതായത് എനിക്കവിടെ പോകാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല എന്ന സെൻസിലാണ്. അവിടെ ആ കാര്യം സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മൾ കുഡും കുഡ് ഹാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കുഡ് എന്ന് പറയുന്നത് പാസ്റ്റിൽ ചെയ്യാൻ കഴിയാമായിരുന്നൊരു കാര്യം. അത് ഹീ കുഡ് ഗോ ദർ എന്ന് വെച്ചാൽ അവനവിടെ പോകാനുള്ള കപ്പാസിറ്റി കഴിയുമായിരുന്നു. പക്ഷേ കുഡ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ പോകാൻ കഴിയുമായിരുന്നിട്ടും പോയില്ല. എനിക്കവിടെ പോകാമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ഞാനിവിടെ കഴിയുമായിരുന്നു എന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തോ കാരണം കൊണ്ട് ഞാൻ പോയില്ല, അപ്പോൾ എനിക്കവിടെ പോകാമായിരുന്നു, അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. കുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഐ കുഡ് ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു, അത് പാസ്റ്റിലെ ഒരു അവസ്ഥയാണ്. പക്ഷേ കുഡ് ഹാവ് ഒരു പോസിബിലിറ്റി മാത്രമാണ്. എന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല എന്ന് പറയാനുള്ള സെൻസിലാണ് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹീ കുഡ് ഹാവ് റൺ ഫാസ്റ്റ്. അവന് നന്നായി ഓടാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഓടുമായിരുന്നു, പക്ഷെ എന്തോ അവനങ്ങനെ ഓടിയില്ല. എന്തോ ഒരു കാരണം കൊണ്ട് അവന് ഓടാൻ പറ്റിയില്ല. അപ്പം അവന് നന്നായി ഓടാൻ കഴിയുമായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഓടാൻ കഴിയുമായിരുന്നു, ഓടുമായിരുന്നു രണ്ടും തന്നത്? നിങ്ങൾക്ക് വുഡ് ഹാവ് ആയിട്ടൊരു സംശയം വരണ്ട എന്ന് വെച്ചിട്ടാണ്. ഒരു പോസിബിലിറ്റി നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എന്ന് കാണിക്കുവാനാണ് ഞാൻ രണ്ടും കഴിയുമായിരുന്നത് അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ യു കുഡ് ഹാവ് പാസ്ഡ് ദ ടെസ്റ്റ് ബട്ട് ഹി ഡിഡിൻറ്റ് സ്റ്റഡി വെൽ. അപ്പോൾ എന്ത് ചെയ്തില്ല? എക്സാം പാസ്സാകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പറയുക യു കുഡ് ഹാവ് പാസ് ദ ടെസ്റ്റ്, നിനക്ക് എക്സാം പാസ്സാകാൻ കഴിയായിരുന്നു, നീ പഠിക്കാത്തത് കൊണ്ടാണ് എന്ന സെൻസിൽ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു, ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു, അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയുമായിരുന്നു, ആ കാര്യം ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പം നമ്മൾ എന്താ പറയാം? ഐ കുഡ് ഹാവ് ഹെൽപ്പ് യു എന്നാണ് പറയാം. അതുപോലെ നിനക്ക് എൻ്റെ അഭിപ്രായം ചോദിക്കാമായിരുന്നു, എനിക്ക് ചോദിക്കാൻ പറ്റുമായിരുന്നു അല്ലെ കഴിയുമായിരുന്നു, പക്ഷെ നീ ചോദിച്ചില്ല. അപ്പം എങ്ങനെ പറയാം? നിനക്ക് എൻ്റെ അഭിപ്രായം ചോദിക്കാമായിരുന്നു എന്ന്. യു കുഡ് ഹാവ് ആസ്ക്ഡ് മൈ ഒപ്പീനിയൻ, യു കുഡ് ഹാവ് ആസ്ക്ഡ് മൈ ഒപ്പീനിയൻ എന്നാണ് പറയാം. അതുപോലെ അവർക്ക് മത്സരം ജയിക്കാൻ സാധിക്കുമായിരുന്നു. ദേ കുഡ് ഹാവ് won the race, they could have won the race. ഇങ്ങനെയാണ് പറയുക. അടുത്തത് അനുവിന് പുസ്തകം വാങ്ങാൻ കഴിയുമായിരുന്നു, പക്ഷെ അവളത് ലൈബ്രറിയിൽ പോയിട്ട് എടുത്തു.
അപ്പം നമ്മളെങ്ങനെ പറയാ, അനുവിന് ആ പുസ്തകം വാങ്ങാമായിരുന്നു, അവൾ എന്തിനാണ് ലൈബ്രറിയിൽ പോയി എടുത്തത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അവൾ വാങ്ങിയില്ല, ലൈബ്രറിയിൽ പോയിട്ട് എടുത്തു. അപ്പോൾ അനു എന്താണ് നമ്മളത് പറയാ, കുഡ് ഹാവ് വെച്ചിട്ട് പറയുന്ന സമയത്ത് അനു കുഡ് ഹാവ് ബോട്ട് ദ ബുക്ക്, അനുവിന് ആ ബുക്ക് വാങ്ങാമായിരുന്നു. ഇനി ഇതിൻ്റെ നേരെ നെഗറ്റീവ് സെൻസിൽ നമ്മൾ പറയാണ്. അതായത് കുഡ് ഹാവ് എന്നതിന് പകരം നെഗറ്റീവായിട്ട് നമ്മൾ എങ്ങനെ പറയും, അതിന് നമ്മൾ കുഡ് കഴിഞ്ഞിട്ട് നേരെ നോട്ട് ചേർക്കും. അപ്പോൾ കുഡിൻ്റ് ഹാവ് എന്നാണ് പറയാം. കുഡിൻ്റ് ഹാവ്, കുഡ് നോട്ട് ഹാവ്. ഉദാഹരണത്തിന് പാസ്റ്റിൽ നടന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഉദാഹരണത്തിന് നീ ഇല്ലാതെ ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എങ്ങനെയാ പറയാ, ഐ കുഡിൻ്റ് ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് യു. നീ ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കൂ. ഇതിലും നന്നായിട്ട് എനിക്കത് പറയാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പക്ഷെ ഇതിൽ നന്നായിട്ട് എനിക്കത് പറയാൻ പറ്റില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കുഡിൻ്റ് ഹാവ് സെഡ് ഇറ്റ് ബെറ്റർ മൈസെൽഫ് എന്നാണ് പറയാം. ഐ കുഡിൻ്റ് ഹാവ് സെഡ് ഇറ്റ് ബെറ്റർ മൈസെൽഫ്. എന്താണ് ഐ കുഡിൻ്റ് ഹാവ് സെഡ് ഇറ്റ് ബെറ്റർ മൈസെൽഫ്? ഇതിലപ്പുറം എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. ഇതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭമുണ്ട്, റെയറാണ് എന്നാലും ഓർത്ത് വെക്കുക. ഇപ്പോൾ ഒരാൾ നടന്നു വരുമ്പോൾ തട്ടിയിട്ട് ആ പ്ലേറ്റൊക്കെ താഴെ വീഴാൻ പോയി എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്താ പറയുക, നീ ഇപ്പം ആ പ്ലേറ്റൊക്കെ താഴെ ഇട്ടേനെ, ബി കെയർഫുൾ. അത് സംഭവിച്ചില്ല, പക്ഷേങ്കിൽ നീ ഇപ്പം അത് ഇട്ടേനെന്ന് പറയാനും വേണ്ടിയിട്ട് നമുക്ക് യു കുഡ് ഹാവ് ഡ്രോപ്ഡ് ഓൾ ദ പ്ലേറ്റ്സ്, ബി കെയർഫുൾ എന്ന് പറയാം. ആ സാധ്യത വരുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കുഡ് നോട്ട് ഹാവും കുഡ് ഹാവും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുവാണ്. താങ്ക് യു.